വിവരിച്ചു നൽകിയിട്ടുള്ളത്. ഇന്നുവരെ അതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരിറ്റ കണ്ണുനീര് വന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്നുവരെ നമ്മുടെ ജീവിതത്തിന്റെ ദൗർബല്യത ആലോചിച്ചിട്ട്, മറ്റുള്ളവരത് ആലോചിച്ചിട്ടാണ് നമുക്ക് ഇപ്പൊ ആകെ കൂടി ബേജാർ. ഇപ്പൊ കേരളത്തിന്റെ ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഒരു പഠനം നിർവഹിച്ചിട്ട് കുറച്ച് മനഃശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ പെണ്ണുങ്ങളും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-70 പെണ്ണുങ്ങൾക്ക് മാനസിക രോഗമുണ്ട്. ആണുങ്ങൾക്കുണ്ട് അതിൽ കുറച്ചെങ്കിലും. എന്താണ് ഈ മാനസിക രോഗം എന്ന് അറിയുമോ? അയൽക്കാരുടെ വളർച്ചയും നാട്ടുമ്പുറത്തുള്ള കുടുംബക്കാരുടെ മറ്റുള്ളവരുടെയൊക്കെ വളർച്ച. അവർ വീടിന്റെ എത്രാമത്തെ ഫ്ലോറിന്റെ പണിയാണ് ഇപ്പൊ എടുക്കുന്നത്, അവരുടെ വീടിന്റെ മുറ്റത്ത് ഏത് കാറാണുള്ളത്, എന്തൊക്കെ സൗകര്യങ്ങൾ, ഇത് കണ്ടിട്ട് ഇങ്ങനെ മാനസിക വിഭ്രാന്തി. ആരാണ്ടത് കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പോരായ്മകൾ പറഞ്ഞിട്ട് കാലം തീർക്കുക. ഇത് മാറണം എന്ന് ഞാൻ പറയുന്നു. നമ്മളിലേക്ക് ചിന്തിക്കുവാൻ സമയമായിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് ആലോചിക്കുവാൻ സമയമായിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുവാൻ ദൗർഭാഗ്യമോ സൗഭാഗ്യമോ ലഭിച്ചവരാണ് നമ്മൾ. അതെന്താന്നുള്ളത് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ദൗർഭാഗ്യമാണോ സൗഭാഗ്യമാണോ? എന്തിനാ ഏറെ പറയുന്നത്? സുനാമി കാണാനുള്ള മഹാഭാഗ്യം കിട്ടില്ലേ നമുക്ക്? എത്ര സുനാമി കണ്ടു നമ്മൾ. ഈ അടുത്ത് നമ്മളൊരു സുനാമി കണ്ടു, ജപ്പാനിലുണ്ടായ സുനാമി. എത്ര ഭീകരമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. വെള്ളിയാഴ്ച ജുമഅയുടെ നേരമാണ് സുനാമി അങ്ങ്. എനിക്ക് ഏറ്റവും അതിൻ്റെ ആ ആരംഭം മുതൽക്ക് അത് വിക്ഷേപണം ചെയ്യുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ എന്നിട്ടും ചിന്തിക്കുന്നില്ലെന്നേ. സുനാമി എന്ന് പറഞ്ഞാൽ ജാപ്പാനിലാണ് അത് ഉണ്ടായത്. വേൾഡിൽ ഏറ്റവും തലയുള്ള ഒരു രാജ്യമാണ്. ടെക്നോളജി, മനുഷ്യൻ എത്തിപ്പിടിക്കാവുന്നതിൽ അപ്പുറം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ടെക്നോളജി കരവിരുതുകൾ കയ്യിലുള്ള ജപ്പാനിലേക്ക് അള്ളാഹുവിന്റെ അദാബ് കടന്നു വന്നപ്പോ അതിനെ തടയാൻ മനുഷ്യന്റെ കയ്യിലൊന്നുമില്ല. ഉണ്ടോ? പറഞ്ഞോളൂ നിങ്ങൾ. കേരളത്തില് സുനാമി ഉണ്ടായപ്പോൾ നേരത്തെ അവിടെ CP പറഞ്ഞു മനുഷ്യ ദൈവങ്ങളുടെ കാര്യം. ഒരു മനുഷ്യ ദൈവത്തെ കുറിച്ച് പത്രം എഴുതിയിരുന്നത് അന്ന് ഒരു മനുഷ്യ ദൈവം കടപ്പുറത്ത് ഏതോ ഒരു റിസോർട്ടിലോ ഒരു ലോഡ്ജിലോ ആയിരുന്നു. അവിടുന്ന് റോപ്പ് വേയിൽ കയറി രക്ഷപ്പെട്ടു. സുനാമി ആർത്തരമ്പി വന്നപ്പോ റോപ്പ് വേയിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു. ഇത് പത്രങ്ങൾ എഴുതിയതായിരുന്നു. മനുഷ്യന്റെ മുമ്പിൽ ഈ ചോദ്യചിഹ്നം അള്ളാഹു നൽകുകയാണ്. ഇത് വയല് പറഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. വയലൊക്കെ നമുക്ക് വേണം, അത്യാവശ്യത്തിന് വേണം. ഒരു സൂചന മതി വിശ്വാസികൾക്ക്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ആലോചിക്കണം. നമ്മൾ കിടക്കാൻ പോകുന്ന 6 അടി മണ്ണിന്റെ താഴ്ചയിൽ നമ്മൾ മാത്രം ഉണ്ടാവൂ, വേറെ ആരും ഉണ്ടാവുകയില്ല. എൻ്റെ വിഷയം മരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ജീവിതത്തിൽ പേരുമാറ്റപ്പെടുന്ന 2-3 രംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പേരുമാറ്റുന്ന 2-3 രംഗങ്ങൾ, പേരുമാറ്റി വിളിക്കുന്ന 2-3 രംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ചില രംഗങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. നമുക്ക് വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾ പുയ്യാപ്പിളയെ ചോദിക്കുന്ന രംഗമാണെന്ന്. പേരല്ല എന്ന് വിളിക്കാരും. എവിടെ പുയ്യൂട്ടി, എവിടെ പുയ്യാപ്പിള, എവിടൊക്കെ എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. പുയ്യൂട്ടി എവിടെ, പുയ്യാപ്പിള എവിടെ, മണവാളൻ എവിടെ, മണവാട്ടി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് ആളുകൾ പ്രവഹിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമുക്ക് സന്തോഷമാണ്, അന്ന് നമുക്ക് ആനന്ദമാണ്, അന്ന് നമുക്ക് ആഹ്ലാദമാണ്, അന്ന് നമുക്ക് മൈലാഞ്ചിയുടെ ആഹ്ലാദവും നറുമണവുമാണ്, കല്യാണമാണ്, മാമാങ്കമാണ്. ഇല്ലേ? ആലോചിക്കുക നിങ്ങൾ. എന്നാൽ അതേപോലെ നമ്മുടെ വീടിന്റെ ഉമ്മാറത്ത് പന്തല് വെച്ച് കെട്ടിക്കൊണ്ട് പേരുമാറ്റി വിളിക്കുന്ന ഒരു സമയവും കൂടിയുണ്ട്. എൻ്റെ യുവാക്കളെ, എൻ്റെ യുവതികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. അങ്ങനെ വേണം കാര്യങ്ങളെ പഠിക്കാൻ. ഈ വയലും ഈ പരിപാടിയും ഈ സമ്മേളനമൊക്കെ വെക്കുന്നത് അതിന് വേണം, അവിടുന്ന് വേണം ആലോചിക്കാൻ. മയ്യത്ത് എന്നാണെന്ന് പേര് വിളിക്കുക. മയ്യത്ത് എവിടെയാണ്? ഫിറോസ് ഖാൻ മരിച്ചാൽ ഫിറോസ് ഖാൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ബന്ധുക്കൾ കടന്നു വരികയില്ല, എൻ്റെ ഭാര്യയും മക്കളും കടന്നു വരികയില്ല, എൻ്റെ ഉടപ്പുറപ്പുകൾ കടന്നു വരികയില്ല, എൻ്റെ നാട്ടുകാർ കടന്നു വരികയില്ല. മയ്യത്ത് എന്താ? മയ്യത്ത് എന്ന് പറഞ്ഞാൽ ശവം. അതിൻ്റെ മലയാളം ശവം. ശവം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളതിനെ കാണുന്നത്? ഒന്നിനും പറ്റാത്തത്. ഈ ഒരവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. മനുഷ്യ, നീ നിന്റെ ദൗർബല്യത്തെ തിരിച്ചറിയേണ്ടതും ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതും അവിടെയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത് നമുക്ക്? നിങ്ങൾ വിചാരിച്ചോ, അല്ലെ നമ്മൾ വിചാരിച്ചോ ഇത് തർക്കാണ്, തർക്കിച്ച് കാലം തീർക്കുക?
ബഹളം ഉണ്ടാക്കിയിട്ട് കാലം തീർക്കുക. അടിയും പിടിയും ബഹളവും വഴക്കും വക്കാണവും വാദങ്ങളും വിദണ്ഡവാദങ്ങളും ഖണ്ഡനങ്ങളും എല്ലാം വേണം. അത്യാവശ്യത്തിനും ആവശ്യത്തിനും എല്ലാം വേണം. എല്ലാം പിന്നാലെ വരണം. മുമ്പേ കടന്നു പോവേണ്ട സംഗതി എന്താണ്? കിടക്കുന്ന ഭയാനകമായ ഖബറിന്റെ 6 അടി താഴ്ചയുടെ ഭീകരതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരേണ്ടത് മനുഷ്യന് ഇന്ന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത, മനുഷ്യനെന്ന് യാതൊരുവിധ പ്രതിവിധിയും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരേയൊരു അവസ്ഥയാണ് മരണമെന്നുള്ളത്. സോക്രട്ടീസ് വിഷം കഴിച്ചു മരിച്ചു എന്നാണ്. തൂക്കിക്കൊല്ലാൻ പോവായിരുന്നു. ബൂട്ടോ അലറി വിളിച്ചു മരണത്തിന്റെ മുമ്പിലെ. മരണം എന്ന് പറയുന്നത് ആരാ ഭയപ്പെടാത്തത്? സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ നമ്മൾ കണ്ടു. സദ്ദാം ഹുസൈൻ, ഞാനത് വളരെ എൻ്റെ മനസ്സിനെ എന്നും സ്വാധീനിച്ചിട്ടുള്ള, ഞാൻ അദ്ദേഹത്തോടുള്ള വിധേയത്വം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും ഒരു രീതിയിലല്ല പറയുന്നത്. അദ്ദേഹം മരിക്കുന്ന ആ തൂക്കുമരത്തിലേക്ക് അദ്ദേഹം കയറി നിൽക്കുന്ന ആ രംഗം കാണാൻ ഒരു പെരുന്നാളിന്റെ സമയത്ത് മുസ്ലിം സമുദായത്തിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നോക്ക് നിങ്ങൾ, അത് കാണേണ്ടിയിരുന്നു. ആ മുഖത്തുണ്ടായിട്ടുള്ള അവസ്ഥ അത് വല്ലാത്തൊരു മരണം തന്നെയാണ്. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാതൊരുവിധ മുഖഭാവവുമില്ലാത്ത തൂക്കുകയറത്തിൽ അദ്ദേഹം നിന്നുകൊണ്ട് മരിക്കുക. അവിടെ ചരിത്രത്തിൽ പലരും മരണത്തിന്റെ സമയത്ത് അലറി വിളിച്ചിട്ടുണ്ട്, ഞാൻ നാളെ മരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷം കഴിച്ച് അതിന് മുമ്പേ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴും സദ്ദാം ഹുസൈൻ നമുക്കൊരു ചോദ്യം ചിഹ്നമാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞാണ്. അങ്ങനെ നേരിടാൻ കഴിയണം മരണത്തെ. മരണം എന്ന് പറയുന്നത് ഒരു സത്യമാണല്ലോ. ലോകത്ത് തർക്കമില്ലാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, തർക്കങ്ങളും വിദണ്ഡവാദങ്ങളും ഖണ്ഡനമണ്ഡനങ്ങളും ഇവിടെ ധാരാളം ഉണ്ട്. പക്ഷേ ഇന്ന് വരെ ലോക മുസ്ലിമീങ്ങളിൽ എവിടെയും ഒരു രാജ്യത്തും ലോകത്തിന്റെ ഒരു കോണിലും ഇല്ല മരണത്തെക്കുറിച്ചുള്ള ചർച്ച. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു വഴികളുമില്ല. ഈജിപ്തിൽ മമ്മികളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും കാലത്ത് ജീവൻ തിരിച്ചു വരുമോ എന്ന് എന്തോ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ കൊണ്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ. എല്ലാവരും മരിച്ചു പോവുകയാണ്. ആരാണ് മരിക്കാതെ കാത്തു നിൽക്കുന്നത്? ഡയാന രാജകുമാരിയും മരിച്ചുപോയി. പാരീസിൽ വർഷാവർഷം കൊണ്ടുപോയിട്ട് റീത്തുകൾ വലിച്ചെറിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കേട്ടു, ഒരു മനുഷ്യ ദൈവം മരിക്കാൻ കിടക്കുകയാണ്, വളരെ വലിയ പ്രയാസത്തിലാണ്. മരണത്തിന് മുമ്പിൽ ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. മരണം നമുക്ക് നൽകുന്ന വിട ഒരേ ഒരു വിടയാണ് ഈ ദുനിയാവിൽ നിന്ന്. എന്താണെന്നറിയാം നമ്മള്, ഞാൻ ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാ ഈ വിഷയം ഇങ്ങനൊന്നല്ല പറയേണ്ടത്. വളരെ ചുരുക്കി സമയത്തിന്റെ പരിമിതി മൂലം ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചുവോ, ഒടുക്കത്തെ സമയം ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓഹരി, ദുനിയാവ് നമുക്ക് നൽകുന്ന പ്രസന്റേഷൻ, ഗിഫ്റ്റ്, അതിനെക്കുറിച്ചുകൂടി ആലോചിക്കണം. എന്താണ് റസൂലുള്ള അതാണ് പറയാൻ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂല് ദീനുൽ ഇസ്ലാം പറഞ്ഞത്, ചില ആളുകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ചില ആളുകൾ വിശദീകരിച്ചാൽ നമുക്ക് തോന്നും അടി കൂടാനാണോ അള്ളാന്റെ റസൂൽ പ്രബോധനം നടത്തിയത്? തെറി പറയാനാണോ? ഇങ്ങനെ കൊഞ്ഞനം കാട്ടാനാണോ? മനുഷ്യനെ നിരാകരിക്കാനാണോ? മനുഷ്യത്വമില്ലായ്മയാണോ? ഇതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല. അള്ളാഹുവിന്റെ ഹബീബായ റസൂല് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? അന നബിയുൻ, ഞാൻ നബിയാണ്. അന നബിയുൻ, ഞാൻ നബിയാണ്. അന നബിയുൻ, ഞാൻ നബിയാണ്. കള്ളമല്ല കേട്ടോ, ഞാൻ നബിയാണ്. കള്ളമല്ല കേട്ടോ, ഞാൻ നബിയാണ്. ലാ കദിബ്, ലാ കദിബ്, കള്ളമല്ല കേട്ടോ, ഞാൻ നബിയാണ്. എത്ര ആത്മാർത്ഥമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുന്നത്. കള്ളമല്ല കേട്ടോ, ഞാൻ നബിയാണ്. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. ഞാൻ കള്ളം നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കള്ളമല്ല ഞാൻ പറയുന്നത്. വല്ലാഹി, അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം. ലാ ഇലാഹ ഇല്ലാ ഹുവ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ്സ വ ഇലൻ നാസി കാഫ. അല്ലാഹുവിന്റെ റസൂല് ഇത്ര വലിയൊരു വർത്തമാനം തുടങ്ങുകയാണ്. വല്ലാഹി, അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹ് വേറെയില്ല. അവനല്ലാതെ ഒരു ഇലാഹും ലോകത്തില്ല. ഈ ഇലാഹിനെ പരിചയപ്പെടുത്താനും ഈ ഇലാഹിന്റെ ഏകത്വം സ്ഥാപിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് റസൂലുള്ള എവിടെയും പറഞ്ഞതാണ്.
ഇത് വിസ്മരിക്കുകയും ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം അള്ളാഹുവിന്റെ റസൂല് ഒരു സന്ദർഭത്തിലും അതിനെ കുറച്ച് കാണിച്ചിട്ടില്ല. ഏത് വിഷയം പറയുമ്പോഴും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയാറുണ്ട്. അതിവിടെയും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ ഹുവ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ വ ഇലന്നാസി കാഫ. ഞാൻ നിങ്ങളിലേക്കും ലോകത്തേക്കും കടന്നു വന്ന പ്രവാചകനാണ്. നിങ്ങൾക്ക് വിശിഷ്യ ലോകത്തിന് മൊത്തമായിട്ടും കടന്നു വന്ന പ്രവാചകനാണ് ഞാൻ.